ഇനി നമ്മുടെ ഫോട്ടോയിൽ വരുന്ന ഓവർ കളർ ഇഷ്യൂസ്, പിന്നെ കളേഴ്സ് പ്രോപ്പറായിട്ട് വരാത്തത്, ഇവിടെ ഇപ്പോൾ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഓറഞ്ച് മയമുണ്ട്, പിന്നെ പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, എല്ലാം കൂടെ കയറി മിക്സ് ആയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം ഞാനിത് കേഴ്സ് യൂസ് ചെയ്തിട്ട് സ്കിൻ ടോൺ ഒന്ന് റെഡിയാക്കാൻ പോവാണ്. അതിനിപ്പോൾ ഞാൻ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഏകദേശം വൈറ്റ് ആയിട്ടുള്ളൊരു പാർട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഞാൻ ഒപ്പാസിറ്റി ഒരു 70% ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ സ്കിൻ ടോണ് പ്രോപ്പർ ആക്കാൻ പോകുക. അത് ഞാൻ പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന് വെച്ചാൽ ഗ്രേഡിയൻ മാപ്പാണ്. ഓക്കെ, ഇതിപ്പം നമ്മുടെ ഗ്രേഡിയൻറ്റ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വിയേർഡായിട്ടുള്ളൊരു ഇത് വരുന്നത്. അപ്പോൾ ഞാനിത് ആദ്യം ഇത് റിവേഴ്സ് അടിക്കുന്നു. അപ്പം നമ്മുടെ നോർമലായി. ഇതിൽ നമ്മളിപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആഡ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് കളേഴ്സ് എല്ലാം പോയി, ഇപ്പോൾ എല്ലാം ഈവൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മളൊരു കളർ ആഡ് ചെയ്യുവാണെങ്കിൽ ആ കളേഴ്സ് ഈവൻ ആയിരിക്കും, പ്രോപ്പർ കളറായിരിക്കും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാൻസൽ അടിച്ചിട്ട് ഈ ഒരു ഗ്രേഡിയൻ ലെയർ ഓഫ് ചെയ്തു. ഇതിന് ശേഷം നമ്മളിപ്പം ഉറപ്പ് വരുത്തുക ഈ ഒരു സിമ്പിളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ലെയർ ആഡ് ചെയ്യുമ്പോൾ ആദ്യം മാസ്ക് ആയിരിക്കും സെലക്ട് ആയി വരുന്നത്. ഈ ഒരു സിമ്പിളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മളിപ്പോൾ ഈ ഒരു ഗ്രേഡിയൻ ലെയർ ഓഫ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മുടെ സ്കിൻ ടോണിലെ ലൈറ്റ് കളേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴോട്ട് മാറ്റിയിട്ട് സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഡാർക്കായിട്ടുള്ള ഭാഗം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് സ്കിൻ ടോണിലെ ഡാർക്ക് പാർട്ട് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇച്ചിരി താഴോട്ടാക്കാൻ വന്നു വെച്ചാൽ സാച്ചുറേഷൻ കുറയും. അതിനിട്ടാണ് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ക്ലിക്ക് ഓക്കെ കൊടുക്കുക. ഇനി ഈ ലെയർ ഓണാക്കി നോക്കുക. അപ്പം ഇങ്ങനൊരു കളറായിരിക്കും നമുക്ക് വന്നിട്ടുണ്ടാവുക. ഇനി നമ്മളിത് ഫേസിൽ മാത്രമാക്കണം. ഞാനിത് കൺട്രോൾ ബാക്ക് സ്പേസ് അടിച്ച് നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത് ബാക്കി ഫേസിൽ ഫുൾ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇത് നമ്മുടെ ഹെയർ പാർട്ടിൽ നിന്നും അത് ഡാർക്കായിട്ടുള്ള ഭാഗത്തു നിന്ന് റിമൂവ് ചെയ്യണം. അതിന് ഞാനിവിടെ ബ്ലെൻഡീഫ് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഡാർക്ക് ഭാഗത്തു നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അതൊരു സ്മൂത്തായിട്ട് വരാൻ വേണ്ടി ആൾട്ട് ക്ലിക്ക് ചെയ്ത് ഇത് ഡിവൈഡ് ചെയ്ത് ഈ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു ലെയറിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കുറയ്ക്കുകയാണ്. ഞാനൊരു 50% ഓർ സംതിങ് ഇടാൻ പോകണം. അത് മൂവ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് 5 ഞെക്കിയാൽ മതി. അപ്പോൾ ഇത് 50 ആയിക്കോളും. 5 ഒരു 70% ആയാലും 70% ആഡ് ചെയ്തിട്ടുണ്ട്. 65 ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓഫ് ചെയ്ത് കാണിക്കുക. ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. ഒരു വലിയൊരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് സ്കിൻ ടോൺ ഫിക്സ് ചെയ്യാൻ പറ്റും.